ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അമ്പാടിയുടെ പ്രകടനം കേട്ടോ. അമ്പാടി അഞ്ജലിനെ കാണുമ്പോഴേക്കും വേഗം അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അഞ്ജലി ചോദിക്കുന്നുണ്ട്, ആ അമ്പാടി സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖം, എന്തോന്ന് സുഖം അഞ്ജലി. അഞ്ജലി എന്നാലും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അമ്പാടി എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അഞ്ജലി പറയാണ്. ആ സമയത്ത് അമ്പാടി പറയണ്ട, പത്മയുടെ കേസിന്റെ കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ അഞ്ജലിക്ക്? പത്മേനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണ്. അതെന്ത് ചോദ്യം അമ്പാടി, ഇങ്ങനെയൊക്കെ എന്തിനാ അമ്പാടി എന്നോട് ചോദിക്കണത് എന്ന് പറയുമ്പോഴേക്കും വേറെ ഒന്നുമല്ല, പത്മയുടെ കേസാണ് മറ്റന്നാള് കോടതിയില്. അവളൊന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും അഞ്ജലി ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഒരു കാര്യം അറിയാം അഞ്ജലി, ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും അഞ്ജലിക്ക് പത്മയുടെ കേസ് വാദിക്കാൻ വേണ്ടി പോവാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അമ്പാടി എന്താ തീരുമാനിച്ചത്? അത് അഞ്ജലി പത്മയുടെ കേസിൽ നിന്ന് ഒഴിവാവണം. ഞാൻ ആ വക്കാലത്ത് വേറൊരു വക്കീലിനെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്. വേറൊരു വക്കീലിനെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാന്നോ? അമ്പാടി എന്തൊക്കെയാ പറയണത്? അതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ട് ഇത്ര റിസ്ക് എടുത്ത് ഞാൻ പത്മയുടെ കൂടെ നിന്നെന്ന് അമ്പാടിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പെട്ടെന്ന് പത്മയെ ഒഴിവാക്കാനാണെന്ന്. പിന്നെ എന്താ അഞ്ജലി ഞാൻ മനസ്സിലാക്കേണ്ടത്? അത് മാത്രല്ല, ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും അഞ്ജലിക്ക് രാഘവനെതിരായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആര് പറഞ്ഞു സാധിക്കില്ലെന്ന്? ഞാൻ എന്റെ പ്രൊഫഷനും അതുപോലെ തന്നെ എന്റെ നീതിയും ന്യായവും സത്യസന്ധതയൊക്കെ ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടില്ല അമ്പാടി. അത് ഞാൻ പണയം വെക്കത്തുമില്ല. കാരണം അഞ്ജലി എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണനാണ്. ഒരിക്കലും ഞാൻ ആരെയും ചതിക്കില്ല, മനസ്സിലായോ? പത്മയുടെ കേസ് ഞാൻ വാദിക്കും കോടതിയില്. എനിക്ക് നല്ല ഓർമ്മയൊക്കെ ഉണ്ട്, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. പത്മയുടെ കേസ് കറക്റ്റ് സമയത്ത് ഞാൻ തന്നെ വാദിക്കും. അതിനു മുമ്പ് പത്മനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ചെയ്യും. അമ്പാടി ആ കേസിന് വേണ്ടി വേറൊരു വക്കീലിനെ കാണാൻ നിൽക്കണ്ട. ഈ അഞ്ജലിക്ക് ജീവൻ ഉണ്ടെങ്കിൽ കേസ് ഞാൻ വാദിച്ചിരിക്കും എന്ന് പറയണം. ശേഷം അഞ്ജലി അകത്തേക്ക് പോകുന്നുണ്ട്. അമ്പാടിയുടെ അടുത്തേക്ക് വേഗം അർജുൻ വരാണ്. എടാ അമ്പാടി, ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണോ നീ ഓടിക്കിതച്ച് രാവിലെ തന്നെ വന്നത്? നിനക്ക് അഞ്ജലിയുടെ സ്വഭാവം അറിയില്ലേ? അവൾ ഒരിക്കലും ഈ കേസിൽ നിന്ന് പിന്മാറില്ലടാ. അവൾക്ക് പത്മ കേസ് എന്ന് വെച്ചാൽ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി അവൾ ആരെ വേണമെങ്കിലും തള്ളി പറഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവൾ ആ കേസ് വാദിച്ചിരിക്കും. ഞാൻ നിനക്ക് വാക്ക് തരാണ്, പത്മ കേസ് അഞ്ജലി വാദിച്ചിരിക്കും. അതിനുവേണ്ടി അഞ്ജലിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തിരിക്കും. അഞ്ജലി വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് പോകാനായിട്ട് ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അമ്പാടി പറയുന്നുണ്ട്, സോറിടാ, എനിക്ക് ആകെ വിഷമമായി പോയി. കാരണം പത്മയെടുത്ത് ആ ഒരു ഓർഫനേജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ വേണ്ടി പറഞ്ഞിരിക്കുക. 2 ദിവസം കൂടി ആ മദന്റെ കാല് പിടിച്ച ഞാൻ പത്മേനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഇനിയിപ്പോ കേസ് പോലും വാദിച്ചില്ലെങ്കിൽ അവൾ ഈ കേസും കാര്യങ്ങളായിട്ട് ഇറങ്ങി തന്നെ അഞ്ജലിനെ കണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പൊ അഞ്ജലി അങ്ങനെ കേസ് വാദിക്കലെന്ന് പറഞ്ഞാൽ അവൾക്ക് വേറെ ആരുണ്ടടാ. അതുകൊണ്ട് പെട്ടെന്ന് വിഷമത്തിന് ഞാൻ പറഞ്ഞു പോയതാണ്. കുഴപ്പമില്ലടാ അമ്പാടി, വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അർജുനും അമ്പാടിയും കൂടി അവിടെ നിന്ന് പോവാട്ടോ. അനുപമ മനസ്സിൽ വിചാരിക്കണം, ഓഹോ നീ കേസ് വാദിക്കാൻ പോകുമല്ലേ, എങ്കിലതൊരു അങ്കിളെ അറിയിച്ചേ പറ്റുള്ളൂല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രാഘവനുണ്ണിനെ വിളിക്കുകയാണ് നമ്മുടെ അനുപമാട്ട. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ അമ്പാടി വന്നിരുന്നു. അമ്പാടിയുടെ അഞ്ജലി പറഞ്ഞിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും കേസ് അവള് വാദിക്കുമെന്ന്. ഓഹോ, അവൾക്ക് അത്രക്ക് ധൈര്യമോ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. അവള് കേസ് വാദിക്കാനായിട്ട് അവൾ എങ്ങനെ പോകുന്നു? അവളെ മുട്ടുകാലിൽ ഞാൻ തല്ലി ഒടിക്കും. മുട്ടുകാലില്ലാതെ ഇഴഞ്ഞിഴഞ്ഞ് അവൾ അങ്ങോട്ട് പോകും? ഒരിക്കലും ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ശംഖുചക്രത്തിൽ ഉള്ളിടത്തോളം കാലം അവളെ കേസ് വാദിക്കാൻ വേണ്ടി അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഘവനുണ്ണി ഫോം വെച്ചിട്ട് നേരെ ശംഖുചക്രത്തിലേക്ക് വരുവാണ്. അർജുൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അച്ഛാ? എടാ, നിന്റെ ഭാര്യ അഞ്ജലി ഇവിടുന്ന് പത്മ കാർത്തിക് കേസ് വാദിക്കാൻ വേണ്ടി പോകുമെന്ന് അമ്പാടിക്കോ വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിരുന്നോ? ഓഹോ, അപ്പോഴേക്കും അച്ഛൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? അറിഞ്ഞു, പറയടാ. ഇവിടുന്ന് അവള് കോടതി വരാന്തയിലേക്ക് ഇനി പോകുമോ ഇല്ലയോ എന്ന്. പോകും അച്ഛാ, അവള് പോകും. അവള് വക്കീലായതേ അച്ഛന് പോവണ്ടെന്ന് പറയുമ്പോ പോവാതിരിക്കാൻ ഒരാളല്ല. അവള് പോകുമെന്ന് തീരുമാനിച്ച പോയിരിക്കും. അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. കാർത്തിക് പത്മ കേസ് പത്മക്ക് അവള് നീതി വാങ്ങിച്ചു കൊടുത്തിരിക്കും. ഓഹോ, അപ്പൊ ഈ വീട്ടിൽ നിന്നുകൊണ്ട് എന്നെ എതിർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? നടക്കില്ല മക്കളെ, എന്നെ എതിർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറയാണ്. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? ഞാൻ ഇവിടുന്ന് ജീവൻ ഉണ്ടെങ്കിൽ അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് പോയിരിക്കും. ഓഹോ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോകാൻ നിൽക്കണ്ട. നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങടാ, പോയി പുറത്ത് പടിക്ക് പുറത്തിറങ്ങടാ എന്ന് രാഘവനുണ്ണി പറയുമ്പോ അർജുൻ വേറൊന്നും ആലോചിക്കുന്നില്ല. വേഗം നേരത്തെ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് അർജുൻ കേട്ടോ.
അർജുൻ ഇറങ്ങണ കാണുമ്പോ വേഗം തന്നെ അഞ്ജലിയും അർജുന്റെ കൂടെ ഇറങ്ങുന്നുണ്ട്. എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഞാനും നിൽക്കുക. എനിക്ക് ഈ പട്ടുമത്തെ ഈ കൊട്ടാരത്തിലൊന്നും വലിയ ഭ്രമവും കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ ഭർത്താവ് എവിടെ കിടന്നാലും ഞാനും അവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും അർജുന്റെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. പിന്നീട് അഞ്ജലി തീരുമാനിക്കുകയാണ് തന്റെ വീട്ടു വരെ ഒന്ന് പോയായിരുന്നു. കാരണം പത്മ കേസിലൊക്കെ ഒരുപാട് ശേഖരിച്ച തെളിവുകളൊക്കെ വീട്ടിലാണല്ലോ ഉള്ളത്. അതിനുവേണ്ടി നമ്മുടെ അഞ്ജലി നേരെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് ഇന്ദിരയും കുഞ്ഞപ്പനും തമ്മിൽ ഭയങ്കര വഴക്കും അടിയൊക്കെ ആട്ടോ. കാരണം നമ്മുടെ ആര്യനെ ഒരു പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുപോകേണ്ട ദിവസമായിട്ടുണ്ട്. അപ്പൊ ആര്യനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞപ്പൻ ചെയ്തിട്ട് അവിടെ ആര്യനെ വിളിക്കാൻ പോണ സമയത്താണ് നമ്മുടെ അമ്മായി അത് അറിയുകയും കുഞ്ഞപ്പനെ ഒരു വടിയെടുത്ത് അടിക്കാൻ പോവുകയും ചെയ്തത്. അപ്പൊ കുഞ്ഞപ്പൻ അയ്യോ ഓടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മധുവും കുഞ്ഞപ്പനും കൂടെ ഓടിപ്പോകാൻ പോണ സമയത്താണ് അവിടേക്ക് അഞ്ജലി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങണത്. അഞ്ജലിനെ കാണുമ്പോഴേക്കും മധു പറയണ്ടേ നമ്മുടെ അഞ്ജലി വന്നേ എന്ന് പറയാണ്. ആ ശബ്ദം കേട്ട് നമ്മുടെ ശ്യാമളയും ശിവരാമകൃഷ്ണനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശ്യാമളൊക്കെ ഭയങ്കര സന്തോഷമാവാണ് മോളെ കാണുമ്പോഴേട്ടോ. അയ്യോ അഞ്ജലി മോളെ അഞ്ജലി എന്നൊക്കെ പറയുമ്പോഴേക്കും ശിവരാമകൃഷ്ണൻ ദേഷ്യത്തിൽ അവിടെ നിൽക്കുവാണ്. അഞ്ജലി ഒരു മൈൻഡും ചെയ്യാതെ അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും നമ്മുടെ ശിവരാമകൃഷ്ണൻ പറഞ്ഞു നിക്കവിടെ, എവിടേക്കാ നീ കയറി പോണത്, ഇവിടെ നിനക്ക് സ്ഥാനമില്ല, കടക്ക് പുറത്ത് എന്ന് പറയാണ്. ഓഹോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഇത് എന്റെ വീടും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നമ്മുടെ ശിവരാമന്റെ കൃഷ്ണന്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് അകത്തേക്ക് കയറുവാട്ടോ. ശിവരാമകൃഷ്ണനും ആഗ്രഹിക്കണം അങ്ങനെ തന്നെയാണ് തന്റെ പഴയ അഞ്ജലി മോളെ വീണ്ടും ആ വീട്ടിൽ വരാനായിട്ട്. ആര്യക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ആര്യ ചോദിക്കണ്ട അഞ്ജലി നീ വന്നല്ലോ. അതെ ചേച്ചി, എല്ലാവരും ഒന്ന് കാണണം. പിന്നെ പത്മ കാർത്തിക് കേസിലെ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് എടുക്കണം, അതിനു വേണ്ടിട്ടാ വന്നത് എന്ന് പറയാണ്. അഞ്ജലി വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ ശ്യാമള അഞ്ജലിക്ക് വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ശിവരാമനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജലി എല്ലാ സാധനങ്ങളും എടുത്ത് പിന്നെ തിരിച്ച് നമ്മുടെ ശംഖുചക്രത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വരുമ്പോഴാണ് നമ്മുടെ അഭിനെ കാണുന്നത് കേട്ടോ. അഭിയാണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കായിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അഞ്ജലി താൻ ഇവിടെ ഈ ശംഖുചക്രത്തിൽ, വാട്ട് ഇസ് സർപ്രൈസ്, താൻ ഇവിടെ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അഭി ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് അനുപമ വരികയാണ്. അവളുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഭർത്താവ് എന്ന് അഭി ചോദിക്കുമ്പോ അനുപമ പറയണ്ടോ അഭി അറിഞ്ഞില്ലല്ലോ, എങ്കിലേ ഇവളുടെ ഭർത്താവ് ഈ വീട്ടിലുണ്ട്. അപ്പൊ അഭി ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും അനുപമ പറയണ്ട ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട, വേറെ ആരുമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട അനിയൻ അർജുൻ തന്നെയാണ്. അർജുൻ അഞ്ജലിനെ വിവാഹം കഴിച്ചു. ഇപ്പൊ മനസ്സിലായോ അഞ്ജലി എന്തിനാണ് ഈ വീട്ടിൽ വന്നതെന്ന് എന്ന് പറയുമ്പോഴേക്കും അഭി ആകെ ഷോക്കായിട്ട് നിന്നു പോട്ടോ. അഞ്ജലിക്കും എന്തോ പോലെ ആവാണ്. അഞ്ജലി അകത്തേക്ക് പോകുന്നുണ്ട്. അഭി ആകെ ഷോക്കായിട്ട് നിൽക്കുമ്പോഴേക്കും അനുപമ പറയണ്ട എന്ത് പറയാനാ, നിങ്ങളുടെ മനസ്സില് പ്രണയ സങ്കല്പം അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന അവളാണ് ഈ ഇറങ്ങിപ്പോയത്. ഇനിയെങ്കിലും അവളെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കലേ, നിങ്ങളുടെ അനിയന്റെ ഭാര്യയാണ് അവള്, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമയും അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അഭിയുടെ തീരുമാനം ഇനി എന്താകും ഇല്ലയെന്ന് അറിയില്ല. ഇനി അഞ്ജലിയുടെ പുറകെ നടക്കോ അതോ അഞ്ജലി തന്റെ അനിയന്റെ ഭാര്യയാണ്, അത് തന്റെ അനിയത്തിയാണ് എന്ന രീതിയിലെ അഞ്ജലിനെ കാണുള്ളൂ എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണാം. എന്തായാലും അനുപമയ്ക്ക് ഒരു സംശയരോഗം ഉണ്ടാകും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.